നമസ്കാരം നമസ്കാരം. ഇലക്ഷൻ കാലമൊന്നും അല്ലല്ലോ, പാർട്ടിയുടെ പ്രമുഖരെല്ലാരും കൂടെ. അല്ല അതെന്തറിയോ മനോജ് സാറേ, പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ അടുത്ത് വരുമ്പോ പാർട്ടിയിലെ പ്രധാനപ്പെട്ട എല്ലാവരും വേണല്ലോ. അപ്പൊ പിരിവാണല്ലേ? എത്രന്ന് വെച്ചാ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. അല്ല പിരിവെന്ന് പറയരുത്. പിന്നെ ഇതിപ്പോ നമ്മുടെ ഈ ഒരു പ്രദേശത്തെ ഈ സഹകരണ സംഘം എന്ന് പറയുന്ന സംഗതി ഇപ്പൊ വളരെ കുറവാ. അപ്പൊ അത് നമ്മളെല്ലാരും കൂടെ അങ്ങനെ കൂടിയിട്ട് പാർട്ടിയുടെ ആളുകളൊക്കെ പാടെ കൂടി നമുക്ക് ഇവിടെ ഒരു സഹകരണ സംഘം സ്ഥാപിച്ചാലോ എന്നുള്ളതിന്റെ ഒരു ആലോചനയൊക്കെ നടക്കണ്ടായി. അപ്പൊ അതിന് നമ്മളൊരു ഫണ്ട് കളക്ഷൻ എന്നുള്ള നിലയ്ക്ക് വലിക്കൊരു ഷെയറിന് വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പൊ. അതായത് ഒരു സ്ഥാപനം തുടങ്ങി പലിശക്ക് കൊടുക്കുക. പലിശ എന്നും പറയാൻ വയ്യാന്ന്. പിന്നെ പലിശ വേണ്ടേ എന്ന് ചോദിച്ചാൽ കിട്ടണം, അത്രയല്ലോ. അല്ലാണ്ട് ഇല്ല ഒന്നുമില്ല. പലിശ അതായത് നമ്മളിപ്പോ നാട്ടില് ബന്ദ് മാറിയിട്ട് ഹർത്താലായി എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ സംഭവം. അല്ല അങ്ങനെയല്ല, നമ്മളിപ്പോ ഇത് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഡെപ്പോസിറ്റ് ഒക്കെ മേടിച്ച് തുടങ്ങും. പിന്നെ നമ്മുടെ നാട്ടുകാർക്ക് തന്നെ ആവശ്യം വരുമല്ലോ, കല്യാണോ അല്ലെങ്കിൽ വാഹനം മേടിക്കലോ ഒക്കെ ആവുമ്പോ അവർക്ക് തന്നെ നമ്മൾ ഈ പൈസ അങ്ങ് വീതിച്ചു കൊടുക്കും. ഇപ്പൊ ചെറുതായാലും വലുതായാലും പലിശ തന്നെയാണ്. അല്ല അത് പറയാൻ പറ്റുമോ? ഞാനൊന്നും അല്ലല്ലോ. അല്ല അപ്പൊ അങ്ങനെ നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു സൊസൈറ്റി തുടങ്ങാനുള്ള പരിപാടിയാണ്. നല്ലതാണ്. അപ്പൊ അതിന് ഞാൻ പറഞ്ഞില്ലേ, നാടിന്റെ ഒരു വികസന കാര്യത്തിന് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. ഈ വീട്ടിൽ നിന്ന് 3 മെമ്പർഷിപ്പ് ഉണ്ട്. നല്ലൊരു തുക ഡെപ്പോസിറ്റ് ഞാൻ തരാം. ഒന്ന് പിടിച്ചേ. ആരാണ് കേക്കല്ലേ? അത് വേണ്ട. അവിടെ എന്താ ജനറേറ്റർ ഓൺ ചെയ്തിട്ടുണ്ടാ നിങ്ങള്? ഇല്ല ഇപ്പൊ വരാൻ പറ്റില്ല. എനിക്ക് ഇപ്പൊ വരാൻ പറ്റില്ല. ഞങ്ങള് പാർട്ടിക്കാരെല്ലാവരും കൂടി പിരിവിട്ടൊരു ബാങ്ക് തുടങ്ങാൻ പോവാണ്. അതെ ഇല്ല, ഞാൻ വരാന്നതാ മന്മോഹൻ സാറിന്റെ കുറച്ച് പിരിവെടുക്കാൻ വന്നാണ്. ഞാൻ വിളിക്കാം. അങ്ങനൊന്നും പറയാൻ പാടില്ല. അത് അങ്ങനെ പറയാൻ പാടില്ല എന്ന് വെച്ച്. അതെ അവിടെ ജനറേറ്റർ ഓൺ ചെയ്തിരിക്കാനേ. അപ്പൊ എന്തായി കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആയി. അല്ല പിന്നെ മുതലാളി ഞങ്ങളിവിടെ വരുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില ആളുകൾ പറഞ്ഞു അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പൈസയും കിട്ടില്ല, അതൊക്കെ വെറുതെ അയാൾ ഇങ്ങനെ കാണിക്കുക അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, മുതലാളിയുടെ അടുത്ത് തന്നെ പോയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കൈ അയഞ്ഞ് സഹായിക്കുന്നു പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? വേറൊരു ഫൈനാൻസ് കമ്പനിക്ക് ഞാനൊരു ഡിപ്പോസിറ്റ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്തായാലും നമ്മുടെ നാട്ടിലെ വികസനം അല്ലേ, ആ ഡിപ്പോസിറ്റും കൂടെ ഞാൻ നിങ്ങൾക്ക് അങ്ങ് തരും. അതാണ് ഞാൻ പറഞ്ഞില്ലേ സാറേ, നോക്ക് പൂത്ത കാശലിരിക്കുന്നത് എന്താ മേടിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുമ്പോ കുറെ ജോലിക്കാരൊക്കെ വേണ്ടി വരുമില്ലേ? പ്രത്യേകിച്ച് നമ്മുടെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടവരെ നമ്മൾ തെരഞ്ഞെടുത്ത് ജോലി കൊടുക്കും. ആ കൂട്ടത്തില് ഇച്ചിരി പഠിപ്പും അറിവും വിവരമുള്ള ഒരാളെ ഞാൻ തരാം കേട്ടോ. അതാരാ? എന്റെ മോളെ M.Com കഴിഞ്ഞ് അക്കൗണ്ടിങ് എല്ലാം കഴിഞ്ഞ് മിടിക്കുക കേട്ടോ. കണക്കെന്ന് പറഞ്ഞാൽ അവള് എന്റെ ഇവിടുത്തെ മുഴുവൻ കണക്ക് അവളാ നോക്കണം. പിന്നെ ഈസി ആയിരിക്കും നിങ്ങൾക്ക് നോക്കാം. പിന്നെ എന്റെ ഇവിടെ നോക്കണോണ്ട് തന്നെ അവിടെ കൂടെ ജോലി ചെയ്താൽ എനിക്ക് എളുപ്പം. അത് കുഴപ്പമില്ല മുതലാളി. നമ്മളെന്തായാലും ഈ സൊസൈറ്റി കൂടിയിട്ട് ഫസ്റ്റ് മീറ്റിംഗ് കൂടുമല്ലോ, അപ്പൊ നമുക്ക് തീരുമാനിക്കാം. അപ്പൊ ഞാൻ തരാന്ന് പറഞ്ഞത് തരും, അത് ഓക്കെയാണ്. അയാളുടെ മോൾക്ക് ജോലി കൊടുക്കാൻ പോവാണ് നിങ്ങള്. ജോലി പിന്നില്ലേ, ആദ്യം ആ ഫണ്ട് ഇങ്ങോട്ട് വരട്ടെ. അല്ല ഞങ്ങളൊക്കെ ഇതിന്റെ പിന്നാലെ നടന്നിട്ട് അതാണ്. അല്ല ഹലോ വ്യാര് നിനക്ക് ഞങ്ങളിതാ പിരിവിന് മന്മോഹൻ സാറിന്റെ അവിടെ നിൽക്കാണ്. നിനക്ക് ഡെപ്പോസിറ്റ് കിട്ടിയാ? 2 കിട്ടിയാ? അതെ ശരി അതെ ഇതാ നോക്ക്, വ്യാരിക്ക് 2 ഡെപ്പോസിറ്റ് കിട്ടിയെന്ന്. അവൻ എടുക്കണേ. ഞാനും പോട്ടെ, ഞാൻ വേറെ ഡെപ്പോസിറ്റിലാക്കാന്. ചെയ്തൊന്നും മിണ്ടാതെ നിക്കി. സത്യയുടെ ഈ വകതിരിവില്ലാത്തവരെ പാർട്ടിന്ന് പുറത്താക്കാൻ പറ്റൂ. ഇറങ്ങിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിയിൽ ഒരാളുണ്ടാവില്ല, ഒക്കെ പിരിച്ചോണ്ട്. ഞാൻ വിചാരിച്ചല്ല എന്തും നടക്കും. എനിക്ക് അത്രമാത്രം പവർ ഇവിടെ ഉണ്ട്, അതറിയാലോ. എനിക്ക് വിശ്വാസം. സുമേഷ് ചേട്ടാ, നിങ്ങൾ ഈ പാർട്ടിയുടെ തലമൂത്ത നേതാവായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ഒന്നും വരണ്ട. അല്ല ഞാൻ ഈ ഇതിനായിട്ട് സംസാരിച്ചോണ്ട് 9 മണിക്ക് അവിടെ പാർട്ടി ഓഫീസിൽ വരാൻ പറഞ്ഞല്ലേ? ഒന്നാണ് വേഗം പറഞ്ഞു, കുറെ വീട് കൂടി പോകണ്ട. അങ്ങനെ ഇതിനെക്കാട്ട് സംസാരിക്കണ്ടേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോലെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇതിന്റെ കാര്യം പറഞ്ഞതാണ്, സാമ്പത്തിക കാര്യം പറഞ്ഞതാണ്. എന്ത് സാമ്പത്തിക കാര്യം? കുടുംബശ്രീയുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അത് നമ്മുടെ ബാങ്കിലേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചേച്ചി കുടുംബശ്രീയിലുണ്ടാ? ഇല്ല. അന്നാ പോയിക്കോ.
അതെ കുടുംബശ്രീയുടെ ഹലോ ഇവിടെ കുടുംബശ്രീയുടെ CDS മീറ്റിംഗ് വിളിക്കൂലേ? ഉവ്വ. അപ്പൊ അതിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ഇപ്പൊ ഞങ്ങളുടെ കൂടെ വാ. അല്ല അതാ അപ്പൊ അത് എന്റെ സുമേഷേട്ടാ വെറുതെ അല്ല നിങ്ങളൊന്നും പാർട്ടിയിൽ ഗതി പിടിക്കാത്തത്. എത്ര കാലം ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ സ്വപ്നാണ്. അറിയോ നിങ്ങക്ക്? എന്റെ സ്വപ്നമാണ്. നിങ്ങൾ വെല്ലെടുത്ത് നടന്നിട്ടെന്താ കാര്യം? നടക്കണോ അല്ലേ? മര്യാദ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടാക്കൂട്ടാ. നടത്തി അങ്ങോട്ട് ഞാനങ്ങോട്ട് വീട്ടിൽ കൊണ്ടാക്കണോ? ഞാൻ വീട്ടിൽ കൊണ്ടാക്കണം. തല്ലുകൂടി പോയി എന്നിട്ട് സ്വഭാവം മാറ്റിയില്ല. പാർട്ടി എന്ന് പറഞ്ഞ് ഇറങ്ങും, എന്നിട്ട് അവിടെ ഇവിടെ പഞ്ചാരടിച്ച് നടക്കാൻ വേണ്ടിട്ട്. കൊതുകടിയുണ്ട് പിരിവെടുക്കാൻ നടന്നില്ല. ഗാന്ധികരായിക്കോട്ടെ, അവരുടെ കാര്യങ്ങൾക്ക് അവര് സംസാരിക്കും. നമുക്കെന്ത് ഗുണമാണ് ഇവിടെ? നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടും അവരൊക്കെ വീർപ്പിച്ചിരുന്നിട്ട് എന്താ കാര്യം? വളരെ സന്തോഷിക്കേണ്ട ഒരു ദിവസമല്ലേ ഇന്ന്? ശരിയാണ്, നിങ്ങൾക്കൊക്കെ നല്ല നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കാന്നാലും. അതെ, നമ്മുടെ പാർട്ടിയുടെ വളരെ കാലത്തെ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഒരു സഹകരണ സംഘം രൂപീകരിച്ചിട്ടുള്ളത്. അതിന്റെ ആദ്യത്തെ ബോർഡ് മീറ്റിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ ജോലി ഉണ്ടാവുന്നു, അതിന്റെ ഒരു കാര്യം പറഞ്ഞാലേ ഇതിന്റെ പിന്നാലെ നടത്തുന്നത്. അല്ലെ ശീതളൻ, നമ്മൾ കാലെടുത്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ. കാലെടുത്ത് വെക്കും. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ BCom ഫസ്റ്റ് ക്ലാസ്സാ. എന്റെ അത്ര പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത ഇയാളെ ഇങ്ങനെ ഇവിടെ കയറ്റിയിരുത്തിയത് നിങ്ങള്? മണ്ടോദരി, നിങ്ങളുടെ എഡ്യൂക്കേഷനെ പറ്റിയിട്ടൊക്കെ എല്ലാ ആളുകൾക്കും അറിയുന്നതല്ലേ. നിങ്ങൾക്ക് ജോലിയുണ്ട്, പിന്നെന്താണ് പ്രശ്നം? എവിടെ ജോലിയുണ്ട്? എവിടെ ജോലിയുണ്ടെന്ന് പറയണേ. അതെ, കിട്ടും, തരുമല്ലോ, അവർ തരാന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് ആരുടെ ശുപാർശയുടെ ആവശ്യമൊന്നുമില്ല. ഒന്ന് സൈലന്റ് ആയിരിക്കും. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാതെ നമ്മൾ തുടങ്ങിയിട്ട് നമ്മൾ ബോർഡ് മീറ്റിംഗ് ആരംഭിക്കുന്നേ ഉള്ളൂ. നമുക്ക് തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കാം. അതിനാണല്ലോ നമ്മൾ ബോർഡ് മീറ്റിംഗ് കൂടുന്നത്. അതെ, നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒരു അഭിപ്രായമുണ്ട്. ഇനി ഇങ്ങനെയുള്ള മീറ്റിംഗ്, ഇങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു കസേര എനിക്ക് കൂടെ അവിടെ തരണം. കസേരയുടെ പൈസ ഞാൻ തരാം. എനിക്ക് കച്ചവടങ്ങളെ കൂട്ടത്തിരിക്കാൻ പറ്റില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ടല്ലോ. ഞങ്ങള് ലക്ഷക്കണക്കിന് റുപ്യാണ് പിരിച്ചത് എല്ലാവർക്കും അറിയാം. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എടുത്തല്ല, അറിയാലോ. നമ്മൾ ബോർഡ് മീറ്റിംഗ് ഈ പ്യാരിക്ക് ജോലി കൊടുത്ത എന്റെ മാനദണ്ഡം എന്താണ്? അത് പറയും. ബോർഡ് മീറ്റിംഗ് ആരംഭിക്കുന്നുള്ളൂ. ഇനി കുറച്ചു നേരം മിണ്ടാതിരിക്കാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട മെമ്പർമാരെ, നമ്മളെല്ലാവരും ഐക്യകണ്ഠേന തെരഞ്ഞെടുത്ത നമ്മുടെ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സത്യശീലൻ അവർ നിങ്ങളോട് സംസാരിക്കും. ഒന്ന് കയ്യെങ്കിലും അടിക്കും. പ്രസിഡന്റ് അല്ലേ? അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോ എല്ലാ ആളുകളുടെയും വളരെ കൂട്ടായിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ബാങ്ക് തുടങ്ങണം എന്നുള്ള ഉദ്ദേശത്തിന്റെ മുകളിൽ നമ്മൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഇത് തുടങ്ങാനായത്. എല്ലാ തസ്തികകളിലേക്കുമുള്ള ആളുകളെയൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോ പ്യാരിയെ എന്തിന് ജോലിക്കെടുത്തു എന്നുള്ളതാണ് പല ആളുകളും ഇവിടെ ഉന്നയിച്ചത്. ആ ഉന്നയിച്ച കാര്യങ്ങളിലൊന്നും ഒരു കാര്യവുമില്ല. പ്യാരിയെ താൽക്കാലികമായിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തുന്നതിന് വേണ്ടി ചുമതല ഏൽപ്പിച്ചു, അത്രേ ഉള്ളൂ. ഇത് ശീതളിനോടും മണ്ടോദരിയോടും കൂടി പറയുന്നതും കൂടിയാണ്. അല്ല സത്യേട്ടാ, ഇങ്ങനെ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാം. പാർട്ടി പറയണ ഞാൻ അനുസരിക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ എനിക്കിതിലുള്ള ആഗ്രഹം കൊണ്ടൊന്നുമില്ല. അതെ അല്ലേ, ഒരു കാര്യം ചെയ്യും, ഇവിടെ വന്നിരിക്കും, ഞാനിരിക്കാം അവിടെ. അല്ലാണ്ട് എന്താണ് വേറെ വായ? പാർട്ടി പറയട്ടെ, പാർട്ടി തീരുമാനം എടുക്കട്ടെ, ഞാൻ ചർച്ചയാക്കണ്ട. കണ്ട, പാർട്ടിയുടെ അനുസരണമുള്ള ഒരു അംഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. എനിക്ക് ഇങ്ങനെയുള്ള അനുസരണമുള്ള ഭയങ്കര ഇഷ്ടം. ഇയാളൊന്ന് പുറത്താക്കി. ഞാൻ പുറത്താ, ഇതെല്ലാം കൂടെ പുറത്താവും. തുപ്പലം തെറിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം. പറഞ്ഞു. അതെ, ആ ഉദ്ഘാടനത്തിന് ആ മന്ത്രിയെ വിളിച്ചിട്ട് ഡേറ്റ് ഏതാ പറഞ്ഞത്? ഡേറ്റ് 21 കൺഫേം അല്ലേ? അപ്പൊ 21 തീയതി നമ്മുടെ ബാങ്കിന്റെ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നടക്കുകയാണ്. മന്ത്രി, സഹകരണ വകുപ്പ് മന്ത്രി. അതെ അതെ, എനിക്കൊരു ഒരു അഭ്യർത്ഥനയുണ്ട്. ഉദ്ഘാടനത്തിന്റെ മുഴുവൻ ചെലവും ഞാൻ വഹിച്ചോളാം. പക്ഷേ സ്വാഗതം പറയാൻ എന്നെ വിളിക്കരുത്, നിർബന്ധിക്കരുത്. പിന്നെ ഒരു ഓഫറും കൂടെ ഞാൻ വയ്ക്കാണ്. ഇവിടെ ഇപ്പൊ ആർക്കോ 1-2 പേർക്ക് ജോലിയുടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. 2 പേർക്ക് ഞാൻ ജോലി കൊടുക്കാൻ ഞാൻ എന്റെ വീട്ടില്
ഒരു തോട്ടക്കാരൻ്റെയും കുറവുണ്ട്, ഒരു അടുക്കളക്കാരുടെയും കുറവുണ്ട്. രണ്ടുപേരും ആർക്കാന്ന് വെച്ചാൽ അത് വന്ന് ജോലി സന്തോഷമായിട്ട് മാസം മാസം മാന്യമായിട്ട് ഞാൻ തരും. എന്തായി മന്ദൻ പറയുന്നത്? അല്ല മന്മന്തൻ. വെറുതെ തമാശ പറയണതാണ്. അതെ 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 പ്രസിഡന്റ് ഒരു കാര്യം തനിക്ക് ഭ്രാന്താണ്. വെറുതെ പറയാണ്. ഇങ്ങനെയുള്ള സംസ്കാരത്തെ ആളുകളുടെ കൂടെ എനിക്ക് മുന്നോട്ട് പോകാൻ പാടാണ്. ഇവരൊക്കെ എത്ര രൂപ ഇവർ ഇതിലേക്ക് പിരിച്ചത്? ആ പൈസയോടെ ഞാൻ തരാം. അതെ, ഈ പ്രാഥമിക ഘട്ടത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ 2 പേർക്ക് ജോലി നൽകാനേ അനുവാദമുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ സെക്രട്ടറി ആയിട്ട് പാരിജാതനെയും കേഷ്യറായിട്ട് മന്മഥന്റെ മകളെയും തെരഞ്ഞെടുത്തത്. നല്ല തീരുമാനം. പിന്നെ ഒരുപാട് തസ്തികകൾ ഇനി ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട ജോലി ഉറപ്പായിട്ട് ലഭിക്കും. സുഗതം പറഞ്ഞത് വളരെ കറക്റ്റാ. അർഹതയുള്ളവർക്ക് അർഹതപ്പെട്ട ജോലി കൊടുക്കണം. ക്യാഷ്യർ അവ എന്തുകൊണ്ട് അർഹത ഉള്ളത് എന്റെ മോളാ. അവളെ പെറ്റിട്ടത് എന്നെ ക്യാഷിന്റെ പുറത്തല്ലേ. അന്ന് മുതൽ ക്യാഷ് എണ്ണി തുടങ്ങിയതാ അവള്. ഇത്ര ക്യാഷ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ നക്കാപ്പിച്ച ശമ്പളത്തിലും ഇടുന്നത് മോളെ? സേവനം, ഒരു സഹായം, അത്രേ ഉള്ളൂ. നെഞ്ചത്ത് ചവിട്ടാൻ വേണ്ടി തെറ്റിട്ടപ്പോ അവന് തുടങ്ങിയതാണ്. തെറ്റിട്ടപ്പോ ആണ്. എന്റെ രക്തം തിളക്കണുണ്ട്. എപ്പോഴും തിളച്ചിരിക്കണം നമ്മുടെ ബാങ്കിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം 21-ാം തീയതി നടക്കുകയാണ്. ശരി, അപ്പൊ ഇനി വേറെ ഒന്നുമില്ലല്ലോ. അല്ല, ചായയും വടയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്റെ കണക്കായിട്ടാണ്. എല്ലാരും കുടിച്ചിട്ട് വേണം പോവാൻ കേട്ടാ. നീ കുടിക്കില്ല? 2-3 വട വെച്ച് കഴിച്ചോണ്ട് പിന്നെ ഈ നേരത്തെ പറഞ്ഞില്ലേ വേണമെങ്കിൽ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞില്ലേ, അത് കാര്യമായിട്ട് പറഞ്ഞാണ്. ഇപ്പൊ ഒഴിയണ്ട. 2 മാസം കഴിയുമ്പോ എന്റെ മോളെ കല്യാണം കഴിയും. അപ്പോഴത്തേക്ക് മരുമോൻ ചെറുക്കണ നമുക്ക് ഈ സ്ഥാനത്തിരുത്താം. അപ്പൊ ഒഴിഞ്ഞാ മതി കേട്ടാ. സ്നേഹമുള്ളവരെ, ഈ ചടങ്ങിന് സ്വാഗതം പറയുക എന്നുള്ള കർത്തവ്യമാണ് എന്നിൽ എന്നിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം. അപ്പോ വലിച്ചു നീട്ടില്ലാതെ തന്നെ ആ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. പൂച്ചമാന്തിക്കരയിലെ ഈ ഒരു സഹകരണ സംഘം ഒരു മണിയും കൂടാതെ ഒട്ടും കൂസലില്ലാതെ ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റ ബഹുമാനപ്പെട്ട നമ്മുടെ നാടിന്റെ പ്രിയങ്കരനായ ആദരണീയ സഹകരണ വകുപ്പ് മന്ത്രി മൊയ്തു സാറിനെ എന്റെ പേരിലും എന്റെ കുടുംബത്തിന്റെ പേരിലും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും നമ്മളെ സംഘത്തിന്റെ പേരിലും സ്വാഗതം ചെയ്തോളൂ. ഈ ചടങ്ങിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ നാടിന്റെ പ്രിയങ്കരനായ MLA രാഘവൻ സാറിനെയും എന്റെ പേരിലും എന്റെ കുടുംബത്തിന്റെ പേരിലും നമ്മുടെ സംഘത്തിന്റെ പേരിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി അടുത്തതായിട്ട് സ്വാഗതം പറയാനുള്ളത് മതിയെന്ന്. അപ്പൊ എല്ലാവർക്കും ഇവിടെ കൂടിയ ഓരോരുത്തർക്കും ഓരോ വ്യക്തികൾക്കും ഇവിടെ ഇനി ഈ കേട്ടോണ്ടിരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും എന്റെ പേരിലും എന്റെ കുടുംബത്തിന്റെ പേരിലും നമ്മുടെ സംഘത്തിന്റെ പേരിലും പിന്നെ ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഉള്ള സ്വാഗതം ആശംസിക്കും. അപ്പൊ ഇനി അടുത്ത അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ബഹുമാനപ്പെട്ട MLA സാർ. പ്രിയപ്പെട്ട സ്വാഗത പ്രാസംഗികൻ മന്മഥൻ, നമ്മുടെ ഉദ്ഘാടനത്തിനെത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി മൊയ്തു അവർകൾ, ഈ പൂച്ചമാന്തിക്കര സഹകരണ സംഘം പ്രസിഡന്റ് സത്യശീലൻ സാർ, ഇന്നത്തെ ഈ മഹനീയ ദിവസത്തിൽ
കരക്കാർക്ക് ആഹ്ലാദിക്കാനുള്ള വകയുണ്ട്. നമ്മളുടെ ചിരകാല സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിക്ക് ഒരുപാട് പരിപാടികൾ പങ്കെടുക്കേണ്ടതുകൊണ്ടും ഇപ്പോൾ തന്നെ സമയം വൈകിയതുകൊണ്ടും ഞാൻ കൂടുതലായി ഇപ്പോഴൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഉദ്ഘാടന പ്രസംഗത്തിനായി ഞാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നാട്ടുകാരെ, മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഞാൻ MLA-യും മന്ത്രിയും ആയതിനു ശേഷവും ആദ്യമായിട്ട് ഈ നാട്ടിൽ വരികയാണ്. ഇവിടെ ഒരു സഹകരണ ബാങ്കിന്റെ ഉദ്ഘാടനം നടക്കുക. അതിൽ നമുക്ക് പെരുത്ത് സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് സദാശിവന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ബാങ്ക് ബാങ്ക് എന്ന് പറയാൻ പാടില്ല, അതിപ്പോ റിസർവ് ബാങ്കിന്റെ അനുമതി ഇല്ല ബാങ്ക് എന്ന് പറയാൻ. പക്ഷെ വളരെ ഭംഗിയായിട്ട് ആ ബാങ്ക് നടന്നു പോകുന്നുണ്ട്. ഇപ്പൊ ആ സത്യശീലന്റെ നേതൃത്വത്തിലും അടുത്ത ബാങ്കിന്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുക. അല്ല, ചില ആൾക്കാർക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, എന്തിനാണ് ഇങ്ങനെ അടുപ്പുകൂട്ടിയമാരി ബാങ്കുകൾ ഇങ്ങനെ വരുന്നത്? സംശയിക്കണ്ട, അത് വേണം. അങ്ങനെ മുക്കിന് മുക്കിന് ബാങ്കുകൾ വന്നാല് ജനങ്ങളെ സമ്പാദ്യശീലം വർദ്ധിക്കും, ജനങ്ങളെല്ലാവരും സാമ്പത്തിക ഭദ്രത ഉള്ളവരായി തീരും. അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ധീരിപ്പിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും ഈ പുതിയ ബാങ്കിന് ഞാൻ നേരുന്നു, സത്യശീലന്റെ പിന്നണിയിലുള്ള എല്ലാവർക്കും. ഒപ്പോ വളരെ സന്തോഷപൂർവ്വം പൂച്ചമാന്തിക്കര സഹകരണ സംഘത്തിന്റെ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചിട്ട് അറിയിക്കണം. നന്ദി, നമസ്കാരം. അതെ, ഈ സംഘത്തിലേക്കുള്ള നിയമനം മുഴുവൻ കഴിഞ്ഞു? ഇല്ലല്ലോ. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്. പാർട്ടിക്ക് വേണ്ടി ഒരുപാട് സംഭാവന ചെയ്ത ഒരാളാ. മൂപ്പര മോനും ഒരു പോസ്റ്റ് കൊടുക്കണം. ഡെപ്പോസിറ്റ് എത്ര വേണമെങ്കിലും ഒരു തരൂ. അപ്പൊ ഞാൻ പറയുന്ന തസ്തിക കൊടുക്കണം. വാക്കാണ്. മന്ത്രി പറഞ്ഞു.